നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഫിഷ് ബിരിയാണിയാണ്. മീൻ പൊരിച്ചെടുത്ത് ദമ്മിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനാവശ്യമായ മീൻ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 500 ഗ്രാം അയക്കോറയാണ് എടുത്തിട്ടുള്ളത്, കിങ് ഫിഷ്. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിനാവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിന് അളവൊന്നുമില്ല, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വിനെഗറും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നല്ല മിക്സ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി പൊരിക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ മസാല തേച്ച് വെച്ച മീനെല്ലാം പൊരിച്ചെടുക്കുക. 2 സൈഡും പൊരിച്ചെടുക്കണം. മീനിൻ്റെ വേവ് മുഴുവൻ ഈ പൊരിക്കലിലാണ്. ദമ്മിലധികം മീൻ വേവില്ല. ഇപ്പോൾ 2 സൈഡും നമ്മളിതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി മസാല ഉണ്ടാക്കുന്നത് മുന്നേ ഉള്ളി അണ്ടിപ്പരിപ്പെല്ലാം പൊരിച്ചെടുക്കണം. അപ്പോൾ അതിനാവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസ് സബോള സ്ലൈസായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പ്, ഉള്ളിയുടെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. രണ്ടിനും ഒരേ വേവാണ്. ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ക്യാരറ്റ് ചെറുതാക്കി സ്ലൈസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഈ ക്യാരറ്റും കറിവേപ്പിലൊക്കെ ഇതിനകത്ത് ഇട്ട് പൊരിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്മെല്ല് വരും. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇനി ഇതെല്ലാം മാറ്റി വെക്കാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ഒരു സവാള സ്ലൈസായി കട്ട് ചെയ്തത്, ഇത് മസാലയ്ക്ക് ആവശ്യമായ സവാളയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് അല്പം ബാക്കി വെക്കണം. നമുക്ക് റൈസ് ഉണ്ടാക്കുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. നല്ല കട്ട തൈരാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വളരെ കുറച്ച് മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യുക. വളരെ കുറച്ച് മസാല മാത്രമേ ഇതിന് ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഒരു വലിയ തക്കാളി സ്ലൈസാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കാം. ചെറുനാരങ്ങ നീര് എപ്പോഴും തക്കാളി ഇട്ടതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. കാരണം തൈര് ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുത്താൽ തൈര് പിരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അല്പം മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് മിക്സായി മസാല ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ച് വെച്ച ഓരോ മീൻ ഇതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഓരോന്നോരോന്ന് വെച്ച് കൊടുത്ത് അതിൻ്റെ മേലെ മസാലയും കൂടി ചേർത്ത് ഒന്ന് കവർ ചെയ്ത ശേഷം ഒരു 1/2 മണിക്കൂർ ചെറിയ തീയിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി മീൻ അങ്ങനെ ചെറിയ തീയിൽ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. റൈസ് ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു കുക്കർ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ
ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഉള്ളി പൊരിച്ച ഓയിൽ ബാക്കിയുണ്ടെങ്കിൽ അത് ഒഴിക്കുന്നത് നല്ലത്. ഇനി ആവശ്യമുള്ള സ്പൈസ് ഏലക്കായ, കരാമ്പൂ, പട്ട ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സായി കഴിഞ്ഞാൽ അധികം വേവരുത്, ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞാൽ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി സ്ലൈസായിട്ട് കട്ട് ചെയ്ത അല്പം ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. നേരത്തെ ബാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം മല്ലിച്ചപ്പ്, ഇനി നമ്മൾ കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല തിളച്ചിട്ട് ചോറൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് വെള്ളമെല്ലാം വറ്റി നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ദമ്മിടുന്നത് നോക്കാം. നമ്മൾ നേരത്തെ ചെറിയ തീയിൽ വെച്ച മീനെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ഒരു 1/4 ഭാഗം റൈസ് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മേലെ ഗരം മസാല, ചെറിയ ജീരകം, അല്പം മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ പൊരിച്ചു വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം അല്പം ചേർത്ത് കൊടുക്കുക. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച മീൻ മസാല ചേർത്ത് കൊടുക്കുക. മീൻ ആദ്യം മസാല കുറച്ച് റൈസിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഓരോരോ മീനുകളായിട്ട് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരിയെല്ലാം പൊരിച്ചതിട്ട് കൊടുക്കുക. ബാക്കി വരുന്ന റൈസും മീനിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ചിക്കനും മട്ടനും ദമ്മിടുന്ന പോലെ ഏറ്റവും ചെമ്പിൻ്റെ അടിയിൽ മീനിട്ട് കഴിഞ്ഞാൽ അത് എടുക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മീൻ ദമ്മിടുമ്പോൾ ചോറിൻ്റെ മേലെ വെക്കുന്നത്. ഇനി ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരിയെല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ RKGയുടെ പശു നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളി പൊരിക്കാൻ ഉപയോഗിച്ച എണ്ണ ബാക്കിയുണ്ടെങ്കിൽ അതും അല്പം ചേർത്ത് കൊടുക്കാം. അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് മൂടി വെച്ച് 20 to 25 മിനിറ്റ് വരെ ദമ്മിടാം. 25 മിനിറ്റ് കഴിഞ്ഞു നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട്. പൊരിച്ച ഉള്ളിയുടെയും നെയ്യിൻ്റെ ഒക്കെ സ്മെല്ല് വരുന്നത്. മീനൊന്നും ഉടഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.